ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവാനിയുടെ അഹങ്കാരത്തിന് ഒട്ടും കുറവ് വരുന്നില്ല. ശിവാനി ചന്ദ്രയോട് വീണ്ടും മോശമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അത് കേട്ടും കൊണ്ടാണ് അശോകൻ വരുന്നത്. അങ്ങനെ അശോകൻ ശിവാനിയോട് ഒരുപാട് അങ്ങ് ചൂടായി സംസാരിക്കുകയാണ്. അശോകൻ പറയുകയാണ്, ഒരു മാസത്തിനുള്ളിൽ തന്നെ നിന്നെ ഞാൻ അച്ചടക്കമുള്ള ഒരു മകളാക്കി ഞാൻ വളർത്തും. അതിന് ഞാൻ എന്തൊക്കെയാണോ നിന്നെ ചെയ്യാൻ പറ്റുക അതെല്ലാം ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കും. ഇത് എൻ്റെ തീരുമാനമാണ് എന്നൊക്കെ അശോകൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കേട്ടോ ശിവാനിയോട് പറയുന്നത്. അങ്ങനെ ശിവാനിയോട് ആ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്യാൻ വേണ്ടി അശോകൻ അങ്ങ് പറയാണ്. അത് കേൾക്കുമ്പോൾ നിഖിലിന് അങ്ങ് ഒരുപാട് സന്തോഷം വരികയാണ്. അമ്മയ്ക്ക് അത്രത്തോളം അധികം ആശ്വാസം കിട്ടുമല്ലോ എന്നുള്ള ചിന്തയാണ് നിഖിലിൻ്റെ മനസ്സിലുണ്ടാവുക. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവും ശിവാനിയെ ചോദിച്ചിട്ട് പോലീസുകാർ വരുന്നത്. അങ്ങനെ ശിവാനിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അമൽ എന്ന പയ്യനെ തലക്കടിച്ച് ആ പയ്യൻ കുറച്ച് സീരിയസ് ആയിട്ട് ആശുപത്രിയിലാണ്. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയതിൻ്റെ പേരിലാണ് ശിവാനി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ അശോകനും രേണുകയും ചന്ദ്രയൊക്കെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മകളെ കൊണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞ് കരയാണ് രേണുക. അങ്ങനെ ശിവാനി പോലീസിനോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അമലിനെ തലക്കടിച്ച് വീഴ്ത്തിയത്. അവൻ എന്നെ പെൺവാണിഭക്കാർക്ക് വിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ശിവാനി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ പോലീസുകാർ പറയുകയാണ്, അങ്ങനെയുള്ള ഒരു ആൺകുട്ടിയല്ല അമൽ എന്ന് പറഞ്ഞ പയ്യൻ, അവനൊരു നല്ല വീട്ടിലെ ആൺകുട്ടിയാണ് എന്നൊക്കെ പറയാണ്. നിന്നെ പോലെയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുകയുള്ളൂ, അവനൊന്നും അത്രക്കാരനല്ല എന്നൊക്കെയാണ് കേട്ടോ പോലീസ് ശിവാനിയോട് പറയുന്നത്. പക്ഷേ ശിവാനി പറയുന്ന വാക്കുകളൊന്നും പോലീസ് കേൾക്കുന്നില്ല. അങ്ങനെ പോലീസ് ശിവാനിയെയും കൂടി നേരെ അങ്ങ് പോവാണ് കേട്ടോ, സ്റ്റേഷനിലേക്ക് അങ്ങ് പോവാണ്. രേണുക വസുന്ധരയ്ക്ക് അങ്ങ് ഫോൺ വിളിക്കാൻ കേട്ടോ. എൻ്റെ മകൾ ശിവാനിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ മേഡം എന്തെങ്കിലും ഒന്ന് ചെയ്യണം, എൻ്റെ മകൾ ഒരു തെറ്റും ചെയ്യാതെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അമൽ എന്ന് പറഞ്ഞ പയ്യൻ വെറുതെ ഇല്ലാത്ത കാര്യമാണ് ശിവാനിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മേഡം ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേണുക വസുന്ധരയെ വിളിക്കുന്നത്. അങ്ങനെ വസുന്ധര പറയുകയാണ്, ഞാനൊരു നല്ല മാർഗം നിനക്ക് പറഞ്ഞു തരാം. ഇക്കാര്യത്തിൽ ഗൗതം അങ്ങ് ഇടപെടുന്നതാണ് നല്ലത്. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ചന്ദ്രയെ കൊണ്ട് നിധിയെ വിളിച്ച് കാര്യം പറയിപ്പിക്കണം. എന്നിട്ട് ഇക്കാര്യത്തിലും നിധിയെ തന്നെ ഇടപെടുത്തണം. ഗൗതം വിചാരിച്ചാൽ എന്തായാലും ശിവാനിയെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് നീ നിധിക്ക് വിളിക്കാൻ വേണ്ടി പറയണം ചന്ദ്രികയോട് എന്ന് പറയട്ടോ. അങ്ങനെ രേണുക പറയുകയാണ്, എനിക്ക് ചന്ദ്രയുടെ കാലൊന്നും പിടിക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും കാര്യം നടത്താൻ വേണ്ടിയിട്ടല്ലേ. ശിവാനിയെ വെച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ പദ്ധതിയൊക്കെ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ മകൾ ശിവാനി പുറത്തു വന്നേ മതിയാവൂ. അതുകൊണ്ട് നീ കാര്യം കാണാൻ വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് നീ കുറച്ച് ചന്ദ്രയോട് കാല് പിടിച്ചിട്ടാണെങ്കിലും നിധിയെ വിളിച്ച് പറയണം. അവൾ പറഞ്ഞാൽ നിധി എന്തായാലും കേൾക്കും. അങ്ങനെ നിധി എന്തായാലും ഗൗതമിനെ അറിയിക്കുകയും ശിവാനിയെ രക്ഷപ്പെടുത്താനും കഴിയും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഉപദേശിച്ചു കൊടുത്ത പ്രകാരം തന്നെ രേണുക ചന്ദ്രയോട് അങ്ങ് പോയി പറയാണ്. കരഞ്ഞുകൊണ്ട് അങ്ങ് പറയാൻ കേട്ടോ. ചന്ദ്രയാണെങ്കിലോ രേണുകയുടെ ആ കരച്ചിൽ അങ്ങ് വീഴുകയാണ്. എന്നിട്ട് ചന്ദ്രി രേണുക പറഞ്ഞ പ്രകാരം തന്നെ നിധിക്ക് ഫോൺ വിളിക്കാൻ കേട്ടോ. ഈ സമയത്ത് നിധിയാണെങ്കിലോ ഗൗതമിന് ഓഫീസിലേക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും. എന്നിട്ട് നിധി സന്തോഷത്തോടു കൂടി തന്നെ ഗൗതമിന് ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട്, നിധി നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം, ഗൗതം സാർ ഇപ്പോൾ ആദ്യം കഴിക്കുക എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കുന്നത്. പക്ഷേ ഗൗതം ആണെങ്കിലോ നിധി കഴിച്ചിട്ടില്ല എന്നത് കേട്ടതോടുകൂടി ഗൗതം ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് ഭക്ഷണമെല്ലാം എടുത്ത ശേഷം ഗൗതം എന്നാൽ നമുക്ക് രണ്ടു പേർക്കും പങ്കിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് നിധിക്ക് ഗൗതം അങ്ങ് വാരി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, വേണ്ട, ഞാൻ പിന്നീട് കഴിച്ചോളാം, ഗൗതം സാർ കഴിച്ചോ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, നമുക്ക് രണ്ടു പേർക്കും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ഗൗതം നിധിക്ക് അങ്ങ് വാരി കൊടുക്കുകയാണ്. അങ്ങനെ നിധി സന്തോഷത്തോടു കൂടി ഗൗതം കൊടുത്ത ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമൊക്കെ കഴിക്കാൻ കേട്ടോ. പിന്നീട് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ ശേഷം നിധിയെ അങ്ങ് ഓഫീസിലുള്ളവരുടെ മുന്നിൽ വെച്ച് അങ്ങ് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഗൗതം അങ്ങ് കൊണ്ടുവരാൻ കേട്ടോ. തോളിലൂടെ കൈയൊക്കെ ഇട്ട ശേഷം അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫുകളോടും പറയുകയാണ്, എൻ്റെ ഭാര്യ നിധി എത്രയും പെട്ടെന്ന് ഈ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഈ ഓഫീസിലെ എല്ലാ കാര്യവും നോക്കി നടത്താൻ നിധി കൂടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാഫുകൾക്ക് നിധിയെ അങ്ങ് പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അങ്ങനെ നിധിയെ ഓഫീസിലേക്ക് ജോയിൻ ചെയ്യിക്കാനുള്ള തീരുമാനവുമായിട്ടാണ് കേട്ടോ ഗൗതം അവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ അവിടെയുള്ള ഒരു സ്റ്റാഫ് ഗൗതമും നിധിയും ആരും കാണാതെ അവിടുത്തെ നിധിയെ തോളിലൂടെ കൈയൊക്കെ ഇട്ട് എല്ലാവരോടും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും ഇവിടെ
ഇവിടെ ജോയിൻ ചെയ്യുന്ന കാര്യമൊക്കെ നിധിയെ ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്നത് ആ സ്റ്റാഫ് അങ്ങ് വീഡിയോ ആയിട്ട് അങ്ങ് എടുക്കാൻ കേട്ടോ. എന്നിട്ട് ആ വീഡിയോ നേരെ വസുന്ധരയ്ക്ക് അങ്ങ് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വസുന്ധരയ്ക്ക് അയച്ചു കൊടുത്തപ്പോൾ വസുന്ധര അത് കാണുമ്പോൾ വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. ഗൗതം എൻ്റെ അനുവാദം കൂടാതെയാണ് നിധിയെ ഓഫീസിലെ സ്റ്റാഫാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇത് ഞാൻ അങ്ങനെ സമ്മതിക്കുകയില്ല. ഗൗതം നിധിയോട് വല്ലാതെ അങ്ങ് അടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരിക്കലും എനിക്ക് അനുവദിക്കാൻ പറ്റുകയില്ല. നിധിയെയും ഗൗതമിനെയും പിരിക്കണം എന്ന് ഞാൻ മനസ്സിൽ കരുതുന്നോർത്തോളം അവർ അങ്ങ് രണ്ടുപേരും കൂടി കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ മനസ്സിലങ്ങ് ചിന്തിച്ചു കൂട്ടാൻ കേട്ടോ. എന്നിട്ട് വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ആ വീഡിയോ കൂടി കണ്ടതോടുകൂടി ഗൗതം നിധിയുടെ തോളിൽ അങ്ങ് കൈയൊക്കെ ഇട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിധിയെ അത്രയ്ക്കധികം സ്നേഹിക്കുന്നതും കാണുമ്പോൾ വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം കൂടി വരികയാണ്. നിധിയെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ള ചിന്തയോട് കൂടി തന്നെയാണ് വസുന്ധര നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ശിവാനിയെയും രേണുകയൊക്കെ കൂട്ടുപിടിക്കണം എന്നുള്ള തീരുമാനം തന്നെയാണ് വസുന്ധരയുടെ മനസ്സിലുണ്ടാവുക. അങ്ങനെ രേണുക ചന്ദ്രയോട് പറഞ്ഞ പ്രകാരം തന്നെ ചന്ദ്രിക നേരെ അങ്ങ് ഫോൺ വിളിക്കാൻ കേട്ടോ. നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ കോള് കാണുമ്പോൾ നിധി എന്തിനാവും ഇപ്പോൾ അമ്മ വിളിക്കുന്നത് എന്നുള്ള ആ ഒരു ഇതിൽ എടുക്കാൻ കേട്ടോ. എന്നിട്ട് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമോ വയ്യായിക എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രി പറയുകയാണ്, അതല്ല മോളെ, ഞാൻ വിളിച്ചത് ശിവാനിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നങ്ങ് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിധി ആകെ അങ്ങ് വിഷമിക്കുകയാണ്. എന്തിനാണ് അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമല എന്ന പയ്യൻ്റെ തലക്കടിച്ച് വീഴ്ത്തി ശിവാനി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണത്ര. ഇപ്പോൾ ആ പയ്യനാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ശിവാനിയെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയാണ്. അങ്ങനെ ചന്ദ്രി ഫോൺ വെച്ച ശേഷം നിധി ഗൗതമിനോട് പറയാൻ കേട്ടോ. അപ്പോൾ ഗൗതം പറയുകയാണ്, അവൾ ചെയ്ത ശിക്ഷയ്ക്ക് അവളൊന്ന് അനുഭവിക്കട്ടെ എന്ന്. ഗൗതം അങ്ങ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ അങ്ങ് പറയാണ്. അവൾ ഓരോന്ന് ചെയ്ത് കൂട്ടിയതിനുള്ള ഫലം അവൾ അനുഭവിക്കണം എന്ന് പറയട്ടോ. അങ്ങനെ നിധി പറയുകയാണ്, അങ്ങനെ പറയരുത് ഗൗതം സാർ, അവൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ അമ്മയുടെ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും ശിവാനി ഇപ്പോൾ പുറത്തിറങ്ങിയേ മതിയാവും. പിന്നെ എൻ്റെ അമ്മാവനൊരു പാവമാണ്. എൻ്റെ അമ്മാവനെ ഓർത്തിട്ടെങ്കിലും ഈ ശിവാനിയെ പുറത്തിറക്കണം എന്നൊക്കെ പറഞ്ഞങ്ങ് നിധിയും ഒന്ന് വിഷമത്തോടു കൂടി ഗൗതമിനോട് പറയാണ്. അങ്ങനെ നിധി നേരെ അങ്ങ് സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. നിധി ശിവാനിയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് തന്നെ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എന്തായാലും അവിടേക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് നിധി നീ പ്രണവിനെയും കൂട്ടിയിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം സ്റ്റേഷനിലേക്ക്, നീ അവിടേക്ക് ചെന്നാൽ മതി എന്നും പറഞ്ഞ് നിധി പ്രണവിനെയും കൂട്ടിയിട്ട് നേരെ സ്റ്റേഷനിലേക്ക് ശിവാനിയെ പുറത്തിറക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പോലീസിനോട് നിധി പറയുകയാണ്, അമൽ എന്ന് പറഞ്ഞ പയ്യൻ വളരെ മോശപ്പെട്ട ഒരു പയ്യൻ തന്നെയാണ്. അവൻ വളർന്നു വന്ന സാഹചര്യം നല്ല ഒരു വീട്ടിലെ പയ്യനൊക്കെ ആയിരിക്കും. പക്ഷേ അവൻ്റെ സ്വഭാവം അത്രയ്ക്ക് ശരിയല്ല. ശിവാനിയെ ശല്യപ്പെടുത്തുന്നതും എല്ലാം തന്നെ നിധി അങ്ങ് വിശദമായിട്ട് തന്നെ പോലീസിനോട് പറയുകയാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിധിയുടെ കയ്യിലുള്ളതൊക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ പോലീസുകാർക്ക് ശിവാനി തെറ്റുകാരിയല്ല എന്നുള്ള കാര്യം മനസ്സിലാവും കേട്ടോ. പിന്നീട് ഗൗതം കൂടി ഫോൺ വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ ശിവാനിയെ സ്റ്റേഷനിൽ നിന്നും വെറുതെ വിടാൻ അങ്ങ് തീരുമാനിക്കേണ്ട. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ശിവാനി ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം ഒക്കെ പോലീസിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ് നിധി. അങ്ങനെ ശിവാനിയെ നിധിയുടെ കൂടെ അങ്ങ് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ നിധിയും ശിവാനിയും പ്രണവും കൂടി നേരെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. ഈ സമയത്ത് ശിവാനിയെ പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോയതൊക്കെ അയൽവക്കക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അയൽവക്കത്തുള്ളവരൊക്കെ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ശിവാനിയെയും കൂട്ടി നിധിയും പ്രണവും കൂടി അവിടേക്ക് ചെല്ലുന്ന സമയത്ത് നാട്ടുകാരൊക്കെ അങ്ങ് ഇടപെടുകയാണ് കേട്ടോ. ഇവളെ ഈ വീട്ടിലേക്ക് കയറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവളുടെ സ്വഭാവം വൃത്തികെട്ട സ്വഭാവമാണ്. ഇവളെ കണ്ട് ഞങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെ ആയിപ്പോവും. അതുകൊണ്ട് ഇവള് പോലുള്ളവർ ഒന്നും ഇവിടെ താമസിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അവരങ്ങ് ബഹളം വെക്കാണ്. ശിവാനി ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം ഞങ്ങളുടെ മക്കളും ഇതുപോലെ കണ്ടുകൊണ്ട് പഠിക്കും. ഇവളുടെ ഈ സ്വഭാവ ദൂഷ്യങ്ങൾ എല്ലാം തന്നെ ഞങ്ങളുടെ മക്കൾ കൂടി കണ്ടുപഠിക്കും. അതുകൊണ്ട് ഇവളെ പോലെയുള്ള വൃത്തികെട്ടവൾ ഇവിടെ താമസിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ശിവാനി ഈ വീട്ടിൽ താമസിക്കാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് നാട്ടുകാരൊക്കെ അങ്ങ് ബഹളം വെക്കാണ്. അങ്ങനെ ശിവാനിയെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അങ്ങ് വിഷമിക്കാൻ കേട്ടോ. അപ്പോൾ നിധിയൊക്കെ ചോദിക്കുന്നുണ്ട്, ഇവളെ ഈ വീട്ടിൽ കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവൾ എവിടേക്ക് പോവും? ശിവാനിയുടെ ഭാഗത്ത് നിന്നും ഇനി ഇങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങ് ഒരുപാട് സംസാരിക്കുമ്പോഴും നാട്ടുകാർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല കേട്ടോ. ശിവാനിയെക്കുറിച്ച് ഇനി നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിധി. അവളുടെ മോശമായ സ്വഭാവം ഞങ്ങളുടെ മക്കളെ കൂടി അത് ബാധിക്കും. അതുകൊണ്ട് നിധി നീ
എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ശിവാനിയെ ഈ വീട്ടിൽ താമസിക്കാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് നാട്ടുകാരങ്ങ് ബഹളം വെക്കുകയാണ്. അങ്ങനെ ശിവാനിക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം മനസ്സിലാവാം കേട്ടോ. അങ്ങനെ നിധി അങ്ങ് ഒരു തീരുമാനം എടുക്കുകയാണ്. ശിവാനിക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ താമസിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായി, നാട്ടുകാരൊരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ശിവാനിയെ എവിടേക്കെങ്കിലും മാറ്റി പാർപ്പിക്കണം. അങ്ങനെ ഒരു തീരുമാനം നിധി അങ്ങ് എടുക്കാൻ കേട്ടോ. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് വരാനിരിക്കുന്നത്.